ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2011 റിലീസ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ ഫിലിമായ ഫ്രൈറ്റ് നൈറ്റ് എന്ന സിനിമയുടെ സ്റ്റോറിയാണ്. ഇതൊരു ഹൊറർ അതുപോലെ കോമഡി അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഇനി അങ്ങോട്ട് മൂവിയുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. അമേരിക്കയിലെ നെവാദ എന്ന സംസ്ഥാനത്തുള്ള ലാസ് വേഗസ് എന്ന സിറ്റി ഏരിയ കഴിഞ്ഞു വരുന്ന തിരക്ക് കുറഞ്ഞ പ്രദേശങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം. ഈ കാണുന്ന പയ്യൻസാണ് ഈ സിനിമയിലെ നായകൻ. ഇവന്റെ പേര് ചാർലി എന്നാണ്. ചാർലി അവന്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചു വരുന്നത്. ഈ കാണുന്നതാണ് ചാർലിയുടെ അമ്മ. ചാർലി അവന്റെ അമ്മയുമായി സംസാരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഒരു കാറിൽ കുറച്ച് ഗേൾസ് അവിടേക്ക് കടന്നു വരുന്നു. ചാർലിയുടെ കോളേജിൽ പഠിക്കുന്ന ഗേൾസ് ആണ് അവരെല്ലാം. ഇവൾ ചാർലിയുടെ ഗേൾ ഫ്രണ്ടാണ്. ഇവളുടെ പേര് ഏമി എന്നാണ്. ചാർലി അവരുടെ കൂടെ കോളേജിലേക്ക് പോകുന്നു. ഏമിയും ചാർലിയും തമ്മിൽ പ്രണയത്തിലാണ്. ഇത് ചാർലിയുടെ അമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണ്. ചാർലി അവന്റെ കോളേജിലുള്ള മറ്റ് പയ്യൻസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഉറ്റ സുഹൃത്തായ എഡ്വാർഡ് അവിടേക്ക് കടന്നു വരുന്നു. ഇതാണ് എഡ്വാർഡ്. ഇവൻ ചാർലിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഇവൻ വളരെയധികം ഒബ്സർവേഷൻ സ്കില്ലുള്ള കുട്ടിയാണ്. അതായത് നിരീക്ഷണ പാഠവും കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക സ്കില്ല് ഈ എഡ്വാർഡിനുണ്ട്. എഡ്വാർഡ് ചാർലിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ഇവരുടെ മറ്റൊരു ഉറ്റ സുഹൃത്തായ ആഡം എന്ന പയ്യൻസിനെ കുറച്ച് നാളായിട്ട് കാണാനില്ല. അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്നെന്തായാലും ക്ലാസ് വിട്ടതിന് ശേഷം ആഡമിന്റെ വീട്ടിൽ പോയി നോക്കണം, അവനെക്കുറിച്ച് അന്വേഷിക്കണം. നീ എൻ്റെ കൂടെ വരില്ലേ എന്നാണ് എഡ്വാർഡ് ചാർലിയോട് ചോദിക്കുന്നത്. അങ്ങനെ ആദ്യം ഒന്നും മടിച്ചെങ്കിലും ഉറ്റ സുഹൃത്തായതുകൊണ്ട് തന്നെ ചാർലി അത് സമ്മതിക്കുന്നു. അതുകൂടാതെ എഡ്വാർഡ് ചാർലിയോട് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഇതുപോലെ ആഡം മിസ്സിംഗ് ആയ പോലെ കോളേജിലെ മറ്റു പല കുട്ടികളും മിസ്സിംഗ് ആണ് എന്നൊരു കാര്യം ചാർലിയെ അറിയിക്കുന്നു. ചാർലിക്ക് അതൊന്നും അത്ര വിശ്വാസമായില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്നൊക്കെ ചോദിച്ച് ചാർലി അത്ര അത് കാര്യമാക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചാർലിയും അവൻ്റെ ഗേൾ ഫ്രണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഒരു സമയത്ത് ചാർലിയുടെ വീടിൻ്റെ മുന്നിൽ ചാർലിയുടെ അമ്മ ഒരു അപരിചിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർലിയും എമ്മിയും അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ ചാർലിയുടെ അമ്മ ആ അപരിചിതനെ ഇവർക്ക് രണ്ടുപേർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അയാള് ഇവരുടെ ചാർലിയുടെ തൊട്ടടുത്തുള്ള വാടക വീട്ടിലേക്ക് പുതിയതായി താമസത്തിനെത്തിയ പുതിയ താമസക്കാരനാണ്. ഇവരുടെ ന്യൂ അയൽവാസി. രണ്ടുപേരെയും പരിചയപ്പെട്ടതിന് ശേഷം ഡാൻഡ്രിച്ച് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ചാർലിയുടെ ഫോണിലേക്ക് അവന്റെ ഉറ്റ സുഹൃത്തായ എഡ്വാർഡിന്റെ മെസ്സേജ് വരുന്നു. എഡ്വാർഡിന്റെ മെസ്സേജ് കിട്ടിയതിനെ തുടർന്ന് ചാർലി ആഡമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എഡ്വാർഡ് ചാർലിയെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഡാൻഡ്രിച്ച് അയാളുടെ വീടിന്റെ മുകളിൽ നിന്നുകൊണ്ട് ചാർലിയെ നിരീക്ഷിക്കുന്നു. ചാർലി ആഡമിന്റെ വീടിന്റെ മുന്നിലെത്തുന്നു. അവിടെ എഡ്വാർഡ് അവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ആഡമിനെ വിളിച്ചു പോകുന്നു. വീടിന്റെ മുന്നിലെത്തി ഡോറ് മുട്ടി ആഡമിനെ വിളിച്ചു പോകുന്നു. പക്ഷേ പ്രത്യേകിച്ചൊരു പ്രതികരണമോ അനക്കമോ ഒന്നും കാണാത്തതിനെ തുടർന്ന് രണ്ടുപേരും വാതിൽ കുത്തിപ്പൊളിച്ച് ആഡമിന്റെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഡ്വാർഡ് ചാർലിയോട് ഒരു കാര്യം പറയും. ചാർലിയുടെ വീടിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. ആ വന്ന ആള് ഒരു വാമ്പയറാണ്, നീ സൂക്ഷിച്ചോ എന്ന് എഡ്വാർഡ് ചാർലിയോട് പറയും. ഇത് കേട്ടപ്പോൾ ചാർലിക്ക് ചിരി വരുന്നു. ഇവൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്? വാമ്പയറോ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് എന്താ ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നു. എന്നാൽ എഡ്വാർഡ് വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്ന ആഡമും എഡ്വാർഡും കൂടി ഇവരുടെ കോളേജിൽ നിന്ന് മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എന്തുകൊണ്ടാണ് ആ കുട്ടികൾ മിസ്സിംഗ് ആവുന്നത് അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോയപ്പോൾ അവരെത്തിച്ചേർന്നത് ഈ ഡാൻഡ്രിച്ച് എന്ന ക്രൂരനായ വാമ്പയറിലേക്കാണ്. ആ ഡാൻഡ്രിച്ച് ആണ് ഇവരുടെ അയൽവാസിയായി വന്നിരിക്കുന്നത്. ഡാൻഡ്രിച്ച് ഒരു വാമ്പയർ തന്നെയാണ് എന്ന് എഡ്വാർഡ് തറപ്പിച്ച് പറയുന്നു. എന്നാൽ ചാർലിക്ക് അത് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല. ചാർലി എഡ്വാർഡിനോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞു വരുന്നത് ആ ഡാൻഡ്രിച്ച് എന്ന് പറയുന്ന ആള് ഡ്രാക്കുള പോലത്തെ ഒരു കഥാപാത്രമാണോ, ഡ്രാക്കുളയാണോ എന്ന് ചോദിക്കുന്നു. ഡ്രാക്കുള പോലത്തെ അല്ല, എന്നാൽ ഡാൻഡ്രിച്ച് വേറൊരു ഇനത്തിൽപ്പെട്ട വാമ്പയർ ആണ് എന്ന് എഡ്വാർഡ് പറയുന്നു. അങ്ങനെ തുടർന്ന് ഒരു തമ്മിലുള്ള സംസാരം ഒരു വാക്ക് തർക്കത്തിലേക്ക് പോവുകയും അങ്ങനെ ചാർലി മറ്റവനെ പിടിച്ച് തള്ളിയിടുകയും ചെയ്യുന്നു.
തുടർന്നുള്ള സംസാരത്തിൽ എഡ്വാർഡുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാൻ തന്നെ ചാർലി തീരുമാനിക്കുകയാണ്. അതിനുശേഷം എഡ്വാർഡ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഇവരുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻസ് എഡ്വാർഡിനെ കണ്ടുമുട്ടുന്നു. ആ പയ്യൻസ് കുറച്ച് പ്രശ്നക്കാരനാണ്. അവൻ എഡ്വാർഡിനെ ഇടിക്കാനുള്ള നല്ല അടിയടിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ അവനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എഡ്വാർഡ് അവിടെ നിന്ന് ഓടുന്നു. അവിടെയുള്ള മതിലുകളൊക്കെ എടുത്ത് ചാടി ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ഡാൻഡ്രിജിന്റെ മുന്നിൽ വന്ന് പെടുന്നു. ഡാൻഡ്രിജിനെ കണ്ട് പേടിച്ചു പോയ എഡ്വാർഡ് തൊട്ടടുത്തുള്ള വീടിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. വാമ്പയറുകളുടെ ഒരു തിയറി പ്രകാരം ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ക്ഷണിക്കാതെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വാമ്പയറുകൾക്ക് സാധിക്കില്ല. ആ ഒരു വിശ്വാസപ്രകാരം ഡാൻഡ്രിജ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല എന്നായിരുന്നു എഡ്വാർഡിന്റെ ഒരു പ്രതീക്ഷ. എന്നാൽ ഡാൻഡ്രിജ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. കാരണം ഈ ഒരു വീട് ആൾത്താമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടായിരുന്നു. അങ്ങനെ ആൾത്താമസമില്ലാത്ത വീടുകളിലേക്ക് വാമ്പയറുകൾക്ക് കടക്കാം. അങ്ങനെ ഡാൻഡ്രിജ് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഡാൻഡ്രിജ് എഡ്വാർഡിനോട് പറയുന്നു, നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ നിന്നെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ കാര്യങ്ങൾ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇത് നമുക്ക് സമമായി എടുക്കാം. അതൊക്കെ കേട്ട് പേടിച്ച് വിരണ്ടുപോയ എഡ്വാർഡ് ആ വീടിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നു. ശേഷം ആ വീടിന്റെ മുകളിൽ നിന്ന് വീണ്ടും താഴേക്ക് എടുത്തു ചാടുന്നു. താഴേക്ക് ചാടിയപ്പോൾ അതായിരിക്കുന്നു ഡാൻഡ്രിജ് അവിടെ ഒരു കസേരയിൽ. ഡാൻഡ്രിജിനെ കണ്ടുപേടിച്ച് എഡ്വാർഡ് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടുന്നു. ഡാൻഡ്രിജ് എഡ്വാർഡിന്റെ അടുത്തേക്ക് വരുന്നു, സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്നു. എന്നിട്ട് എഡ്വാർഡിനോട് പറയുന്നു, നീ ജനിച്ചത് ഇതിനു വേണ്ടിയാണ്, ഇത് ഞാൻ തരുന്ന ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഡ്വാർഡിനെ കടിക്കാൻ വേണ്ടി പോവാണ് ഡാൻഡ്രിജ്. അങ്ങനെ എഡ്വാർഡ് ഡാൻഡ്രിജിന് മുന്നിൽ കീഴടങ്ങുന്നു. ഡാൻഡ്രിജ് അവനെ കടിക്കുന്നു. അടുത്ത ദിവസം ചാർലി കോളേജിലേക്ക് ചെന്നപ്പോൾ അന്ന് ക്ലാസ്സിൽ എഡ്വാർഡ് വന്നിട്ടില്ല. ഇനി എഡ്വാർഡ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചാർലിക്ക് ചെറിയൊരു പേടി തോന്നിയപ്പോൾ അവന്റെ വീട്ടിലൊന്ന് പോയി നോക്കാൻ അവൻ തീരുമാനിക്കുന്നു. ശേഷം ചാർലി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ എഡ്വാർഡിന്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അവര് ചാർലിയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. എഡ്വാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാർലി അവന്റെ അച്ഛനും അമ്മയോടും അവന്റെ റൂമിൽ പോയി ഒരു അത്യാവശ്യമായൊരു ബുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ അവന്റെ റൂമിൽ പോയി ആ ബുക്ക് തിരഞ്ഞു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ അച്ഛനും അമ്മയെ അത് സമ്മതിക്കുന്നു. അങ്ങനെ ചാർലി എഡ്വാർഡിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിൽ ചെന്ന് നോക്കിയ ചാർലിക്ക് മനസ്സിലാവുന്നു ഈ എഡ്വാർഡ് വാമ്പയറുകളെ കുറിച്ച് ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട് എന്ന്. എഡ്വാർഡിന്റെ ലാപ്ടോപ്പ് ചാർലി പരിശോധിച്ച് നോക്കുന്നു. അതിൽ നിന്ന് ലാസ് വേഗസ് സിറ്റിയിൽ താമസിക്കുന്ന പീറ്റർ വിൻസെന്റ് എന്ന മാജീഷ്യന്റെ ഫ്രൈറ്റ് നൈറ്റ് എന്ന ഷോയുടെ ചില പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നു. ഈ പീറ്റർ വിൻസെന്റ് എന്ന മാജീഷ്യനെ കുറിച്ച് എഡ്വാർഡ് മുന്നേ തന്നെ ചാർലിയോട് പറഞ്ഞിരുന്നു. പീറ്റർ വിൻസെന്റ് ഒരു വാമ്പയർ ഹണ്ടറാണ്, വാമ്പയറുകളെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ്, അയാളെ കാണാൻ പോവുകയാണ് എന്നൊക്കെ ആഡമിന്റെ വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ആ കാര്യം ചാർലി ഇപ്പോൾ ഓർമ്മിക്കുന്നു. ശേഷം ചാർലി അവന്റെ ലാപ്ടോപ്പിലെ മറ്റ് ചില ഫയൽസ് കൂടി പരിശോധിക്കുന്നു. അത് ചില വീഡിയോ ഫയൽസ് ആയിരുന്നു. ആ വീഡിയോ ഫയൽസ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നിന്ന് ചാർലിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാൻഡ്രിജിനെ എഡ്വാർഡ് ഫോളോ ചെയ്തിരുന്നു. ഡാൻഡ്രിജിനെ ഫോളോ ചെയ്തിരിക്കുന്ന സമയത്ത് അവൻ തെളിവിന് വേണ്ടി എടുത്തിരിക്കുന്ന ചില വീഡിയോസ് ആയിരുന്നു അത്. ആ വീഡിയോസിൽ ഡാൻഡ്രിജിനെ കാണുന്നില്ല, പക്ഷേ സാധനങ്ങളൊക്കെ മൂവ് ആവുന്നുണ്ട്. ഡാൻഡ്രിജിന്റെ രൂപം വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. അത് കണ്ടപ്പോൾ ചാർലിക്കാകെ പേടിയാവുന്നു. അതിനുശേഷം ചാർലി അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡാൻഡ്രിജ് അവിടേക്ക് കടന്നു വരുന്നു. അയാൾ ചാർലിയോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഫ്രിഡ്ജിൽ ബിയറിന്റെ കേസ് ഇരിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലൊരു ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവളുമായി ഒന്ന് ചിൽ ഔട്ട് ചെയ്യണം, ബിയർ കിട്ടിയാൽ വലിയ ഉപകാരമായി എന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ ചാർലി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു. ചാർലിക്ക് ചെറിയ ഭയമുണ്ട്, ഇയാളിഞ്ഞ് എന്താണെന്ന് അറിയില്ല, ഒരു ദുരൂഹത ഉണ്ടല്ലോ ഇയാളുടെ പിന്നിൽ. അങ്ങനെ പേടിയോടുകൂടിയാണ് ചാർലി ബീർ കേസിൽ എടുത്തു വെക്കുന്നത്. അങ്ങനെ ഒരു ബീർ താഴെ വീണ് പൊട്ടുന്നു.
ചാർലി ആ ബിയറിന്റെ കേസ് ഡാൻഡ്രിജിന് കൊടുക്കുന്നു. ഡാൻഡ്രിജ് ചാർലിയോട് പറയുന്നു, നിന്റെ അമ്മയ്ക്കും നിന്റെ ഗേൾ ഫ്രണ്ട് ഏമിക്കും നീ മാത്രമേ ഉള്ളൂ. നീ വേണം അവരെ ശ്രദ്ധിക്കാൻ, കാര്യങ്ങൾ നോക്കി നടത്താൻ. പുറത്തിറങ്ങിയാൽ ഒരുപാട് മോശപ്പെട്ട ആളുകളുണ്ട്. സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചാർലി പറയുന്നു, എനിക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഡാൻഡ്രിജ് അവിടെ നിന്ന് പോകുന്നു. ശേഷം ചാർലി അവന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവൻ അവളുമായി സംസാരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്ന് ഇന്റിമേറ്റ് ആവാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ ഒരു സമയത്താണ് ചാർലി ഡാൻഡ്രിജിന്റെ ശബ്ദം താഴെ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ ചാർലി പെട്ടെന്ന് എണിച്ച് ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഡാൻഡ്രിജ് ഒരു ബിയറിന്റെ കുപ്പി പിടിച്ച് നിൽക്കുന്നുണ്ട്. കൂടെ ഇവന്റെ അയൽവാസിയായൊരു യുവതിയുണ്ട്. ആ യുവതിയെ ഇവൻ നന്നായി അറിയുന്ന ആളാണ്, ഇവന്റെ അയൽവാസിയാണ്. അങ്ങനെ ഡാൻഡ്രിജ് ബിയർ ചോദിച്ചത് ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചാർലി തിരിച്ചറിയുന്നു. ചാർലിയും അവന്റെ ഗേൾഫ്രണ്ടും അവരെ ഡാൻഡ്രിജിനെ ആ യുവതിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാൻഡ്രിജ് തിരിഞ്ഞ് ഇവരെ നോക്കുന്നു. അത് കണ്ടപ്പോൾ ഇവനാകെ ഞെട്ടിപ്പോകുന്നു. ഇവൻ അവിടെ നിന്ന് മാറുന്നു. ചാർലിയുടെ ഗേൾഫ്രണ്ട് ഇതൊക്കെ കണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ ഇത്ര വലിയൊരു കാര്യമാക്കി എടുക്കുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം ചെയ്യാം, നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറയും, ഞാൻ പോവാം എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ചാർലി പറയുന്നു, അതല്ല, താല്പര്യമൊക്കെ ഉണ്ട്, എനിക്ക് ആ ഡാൻഡ്രിജ് എന്ന ആളെ വിശ്വാസമല്ല, അവനിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്, അവനൊരു അപകടകാരിയാണ് എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയുന്നു. നീ അതൊക്കെ ചിന്തിച്ചിരുന്നോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഗേൾഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം ചാർലി കസാരയിലിരുന്ന് മയങ്ങിപ്പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു യുവതിയുടെ വലിയൊരു നിലവിളി കേട്ട് അവൻ ഞെട്ടി ഉണരുന്നു. ആ നിലവിളി കേട്ട് ഡാൻഡ്രിജിന്റെ വീട്ടിൽ നിന്നാണ്. ചാർലി ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസുകാർ ഡാൻഡ്രിജിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നു. എന്നാൽ ഡാൻഡ്രിജ് വളരെ സമർത്ഥമായി പോലീസുകാരെ കൈകാര്യം ചെയ്യുന്നു. പ്രശ്നമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഇതൊക്കെ ചാർലി നിരീക്ഷിക്കുന്നുണ്ട്. ചാർലി മനസ്സിലാക്കുന്നു, ഈ ഡാൻഡ്രിജ് വിചാരിക്കുന്ന പോലെയല്ല, ആള് പുലിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡാൻഡ്രിജ് അവന്റെ വാഹനത്തിൽ കയറി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഡാൻഡ്രിജിന്റെ വീട്ടിൽ പോയി നോക്കാൻ ചാർലി തീരുമാനിക്കുന്നു. ചാർലി ഡാൻഡ്രിജിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഡോറ് തുറന്നതിന് ശേഷം വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അയൽവാസിയായ യുവതിക്ക് വേണ്ടി അവൻ അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വിചിത്രമായ രൂപം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചാർലി ആ വിചിത്രമായ രൂപത്തിന്റെ ഫോട്ടോ എടുക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡാൻഡ്രിജ് അവിടേക്ക് തിരിച്ചു വരുന്നു. ഡാൻഡ്രിജ് വീട്ടിലേക്ക് തിരിച്ചു വന്നുവെന്ന് ചാർലി മനസ്സിലാക്കുന്നു. അവൻ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചാർലി അവിടെ അടഞ്ഞെടുക്കുന്ന റൂമുകളെല്ലാം പരിശോധിച്ചു നോക്കുന്നു. അങ്ങനെ ഒരു റൂമിൽ അവന്റെ അയൽവാസിയായ യുവതി ഉണ്ടായിരുന്നു. ആ യുവതി ചാർലിയോട് അവളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ റൂമിന്റെ ഡോറ് തുറക്കുന്നതിന് വേണ്ടി ചാർലി അവന്റെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് പരമാവധി ശ്രമിച്ചു നോക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ റൂമിന്റെ ഡോറ് തുറക്കാനായി ചാർലിക്ക് സാധിക്കുന്നില്ല. ഡാൻഡ്രിജ് നടന്നു വരുന്നതിന്റെ ശബ്ദം ചാർലി കേൾക്കുന്നു. അങ്ങനെ ചാർലി അവിടെ നിന്ന് മാറുന്നു. ഡാൻഡ്രിജ് അവിടേക്ക് വന്ന് ആ റൂമിലുണ്ടായിരുന്ന യുവതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശേഷം അയാൾ ആ യുവതിയുടെ കഴുത്തിൽ നിന്ന് രക്തം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം ചാർലി അവിടെ നിന്ന് കാണുന്നുണ്ട്. ഡാൻഡ്രിജ് അയാളുടെ കൂർത്ത പല്ലുകൾ പുറത്തെടുത്തുകൊണ്ട് ആ യുവതിയുടെ കഴുത്തിൽ നിന്ന് രക്തം കുടിക്കുന്നു. ചാർലി ഇതൊക്കെ ഞെട്ടലോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. രക്തദാഹം തീർത്തതിനു ശേഷം ഡാൻഡ്രിജ് ആ യുവതിയെ വീണ്ടും റൂമിലിട്ട് അടയ്ക്കുന്നു. അവിടെ നിന്ന് അവൻ കടന്നു പോകുന്നു. ഈ ഭയാനകമായ ദൃശ്യം കണ്ട ചാർലി ആകെ ഫ്രീസായി പോയിരിക്കുകയാണ്. ശേഷം ചാർലി ഒരുപാട് കഷ്ടപ്പെട്ട് ആ റൂമിന്റെ വാതിൽ തുറന്ന് ആ യുവതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ചാർലി ആ യുവതിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഡാൻഡ്രിജിന്റെ കണ്ണിൽപ്പെടുത്താതെ ആ യുവതിയെ അവൻ അവിടെ നിന്ന് കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. ചാർലി അവിടെ ഉണ്ട് എന്ന് ഡാൻഡ്രിജ് സെൻസ് ചെയ്യുന്നു. മാത്രമല്ല അവൻ ആ യുവതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. ഒരു വിധത്തിൽ ചാർലി ആ യുവതിയെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ആ യുവതിയെയും കൊണ്ട് ചാർലി പുറത്തേക്ക് കടക്കുന്നു. പുറത്ത് കടന്ന് അവർ രണ്ടുപേരും ഡയറക്റ്റായി സൂര്യപ്രകാശം പതിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ യുവതി പെട്ടെന്ന് കത്തിക്കരിഞ്ഞു പോവുകയാണ്. വാമ്പയറുകൾ കടിച്ച മനുഷ്യന്മാരും വാമ്പയറുകളായി തീരും. അതാണ് വാമ്പയറുകളുടെ ഒരു തിയറി.
വാമ്പയറുകൾക്ക് ഡയറക്റ്റ് ആയുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഒരിക്കലും അതിജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം അവരുടെ ശരീരത്തിൽ പതിച്ചാൽ അവർ കത്തിക്കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ആ യുവതി ഡയറക്റ്റായി സൂര്യപ്രകാശം പതിച്ചപ്പോൾ അവളുടെ ശരീരം കത്തിക്കരിഞ്ഞു പോയത്. ഈ ഭയാനകവും ദാരുണവുമായ സംഭവം മിഥ്യയല്ല, സത്യമാണെന്ന തിരിച്ചറിവ് ചാർലിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അവൻ ചിന്തിക്കുന്നു. ശേഷം അവൻ അവന്റെ അമ്മയോട് പറയുന്നു, ആ ഡാൻഡ്രിച്ച് എന്ന ആളുടെ അടുത്ത് പോകരുത്, അയാളുമായി സംസാരിക്കരുത്. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല, ആൾ അപകടകാരിയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, എനിക്കതൊന്നും പറയാൻ സമയമില്ല, ഞാൻ പോയിട്ട് വരാം, എനിക്ക് അത്യാവശ്യമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചാർലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ശേഷം അവൻ ഇന്റർനെറ്റിൽ പീറ്റർ വിൻസെന്റ് എന്ന മാജീഷ്യന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അയാളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും എവിടെയാണ് അയാൾ ഷോ നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ചാർലി ലാസ് വേഗസ് എന്ന സിറ്റിയിൽ പീറ്റർ വിൻസെന്റ് നടത്തുന്ന ഫ്രൈറ്റ് നൈറ്റ് എന്ന ഷോയുടെ ആ ഷോ നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ എത്തിയപ്പോൾ പീറ്റർ വിൻസെന്റ് റിഹേഴ്സലിലായിരുന്നു. അയാളുടെ ഫ്രൈറ്റ് നൈറ്റ് എന്ന ഷോയുടെ ഒരു റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാർലി അയാളോട് പറയുന്നു, എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് വാമ്പയേഴ്സിനെ കുറിച്ചിട്ടാണ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി അനുവദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ആദ്യം അയാളൊന്ന് നിരസിച്ചെങ്കിലും ചാർലി വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ചാർലിക്ക് വേണ്ടി മാറ്റിവെക്കാം എന്ന് അയാൾ സമ്മതിക്കുന്നു. അങ്ങനെ ചാർലി കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അയാൾ പുറമേ കാണുന്ന അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നല്ല. അയാൾ കുറച്ചധികം അലസനാണ്. അയാളുടെ തലയിൽ വെച്ചിട്ടുള്ള വിഗ് ആയിട്ടുള്ള മുടി അയച്ചു മാറ്റുന്നു. കൂടാതെ അയാളുടെ താടിയും മീശയും വരെ വെപ്പായിരുന്നു. ഇതാണ് അയാളുടെ യഥാർത്ഥ രൂപം. പുറമേ കാണുന്ന പീറ്റർ വിൻസെന്റ് എന്നത് ഒരു വ്യാജമായിട്ടുള്ള ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു രൂപം മാത്രമാണ്. വാമ്പയറുകളെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുക, അവറ്റകളെ വകവരുത്താനുള്ള മാർഗം പറഞ്ഞു തരാമോ എന്ന് ചാർലി വിൻസെന്റിനോട് ചോദിക്കുന്നു. വിൻസെന്റ് അത് വളരെ തമാശ രൂപേണയാണ് എടുക്കുന്നത്. അയാൾ തമാശയിൽ തന്നെ ഉത്തരവും കൊടുക്കുന്നു. എന്നാൽ താൻ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ്. തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാമ്പയറിനെ വകവരുത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട്. എനിക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് വളരെ സീരിയസ് ആയി തന്നെ ചാർലി വിൻസെന്റിനോട് പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പീറ്റർ വിൻസെന്റ് അത് ഗൗരവമാക്കി എടുക്കുന്നില്ല. അവസാനം ചാർലി താൻ പറയുന്ന കാര്യങ്ങൾ തമാശയല്ല, സത്യസന്ധമായുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിൻസെന്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഡാൻഡ്രിഡ്ജിന്റെ വീട്ടിൽ കണ്ട ആ വിചിത്രമായ രൂപത്തിന്റെ ഒരു പ്രിന്റ് ഔട്ട്, അന്ന് ഫോട്ടോ എടുത്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ചാർലിയുടെ കയ്യിലുണ്ട്. അത് ചാർലി പീറ്റർ വിൻസെന്റിന് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ അത് നോക്കുന്നില്ല. അയാൾ ഇവന്റെ ഈ സംസാരവും ഇതൊക്കെ കണ്ടപ്പോൾ ഇവനൊരു വലിയ വല ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ അയാൾ ഒഴിവാക്കി വിടുന്നു. അങ്ങനെ ചാർലി താൻ പോയ കാര്യം നടക്കാതെ നിരാശനായി മടങ്ങുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ചാർലി അവന്റെ വീട്ടിലെ ജനലുകളുടെ മുകളിലേക്ക് കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. ഇത് അവന്റെ കോളേജിൽ പഠിക്കുന്ന 2 കുരുത്തം കെട്ട പയ്യന്മാരെ റോട്ടിൽ കാറിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാൻഡ്രിച്ച് അവിടേക്ക് കടന്നു വരുന്നു. ഡാൻഡ്രിച്ച് ആ 2 പയ്യന്മാരെ ആക്രമിച്ച് അവരുടെ 2 പേരുടെയും രക്തം കുടിച്ച് അവന്റെ രക്തദാഹം തീർക്കുന്നു. അതിനുശേഷം ചാർലിയും അവന്റെ ഗേൾഫ്രണ്ടും അവന്റെ അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഡാൻഡ്രിച്ച് അവിടേക്ക് കടന്നു വരും. ഡാൻഡ്രിച്ച് ഇവരുടെ വീടിന്റെ വാതിലിനെ മുട്ടി ഇവന്റെ അമ്മയെ വിളിക്കും. എന്നിട്ട് ഇവന്റെ അമ്മയോട് വാതിൽ തുറക്ക്, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ചാർലി അവന്റെ അമ്മയോട് പറയും, തുറക്കരുത്, അയാൾ പ്രശ്നമാണ്, അയാൾ അപകടകാരിയാണ്, ഒരിക്കലും തുറക്കരുത് എന്ന് പറയും. ഇത് ഡാൻഡ്രിച്ച് കേൾക്കും. അങ്ങനെ ഡാൻഡ്രിച്ച് ഇവന്റെ ചാർലിയുടെ അമ്മയോട് പറയും, നിങ്ങളുടെ മകൻ വിചാരിക്കുന്ന പോലെയല്ല, അവൻ പ്രശ്നക്കാരനാണ്, അവന് മാനസികമായി എന്തോ തകരാറുണ്ട്, അവൻ എൻ്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറി, എൻ്റെ അനുവാദമില്ലാതെ അവൻ എൻ്റെ വീട്ടിലേക്ക് കയറി. എനിക്ക് അവനെ നേരിൽ കണ്ട് സംസാരിച്ച് ഈ കാര്യം അവസാനിപ്പിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്നെ അതിനെ അനുവദിച്ചില്ലെങ്കിൽ ഞാനത് പോലീസിനെ കംപ്ലൈന്റ് ചെയ്യും, പോലീസിൽ പരാതിപ്പെടുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും ചാർലി അവൻ്റെ അമ്മയോട് തർപ്പിച്ച് പറയുന്നു, തുറക്കരുത്, വാതിൽ തുറന്ന പണിയാണ്, തുറക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഇവന്റെ അമ്മ ഡാൻഡ്രിച്ചിനോട് പറയുന്നു, എന്നാ താൻ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഡാൻഡ്രിച്ച് കലിപ്പിലാവുന്നു. കലിപ്പിലായ ഡാൻഡ്രിച്ച് അവിടെ നിന്ന് പോയി ഒരു ഷവൽ എടുത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് ചാർലിയുടെ വീടിന്റെ മുറ്റം കുഴിക്കുന്നു. കുഴിച്ച് ഭൂമിയുടെ അടിയിലൂടെ പോകുന്നുണ്ടായിരുന്ന അവരുടെ പ്രൊപ്പൈൻ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ അയാൾ പൊട്ടിച്ചെടുക്കുന്നു. ശേഷം അയാൾ ആ പൈപ്പ് ലൈനിലേക്ക് തീയിടുന്നു. അങ്ങനെ ചാർലിയുടെ വീട് ആകെ പൊട്ടിത്തെറിക്കുകയാണ്.
വീടിനാകെ തീപിടിച്ചതിനെ തുടർന്ന് ഇവരുടെ കാറിൽ കയറി രക്ഷപ്പെടാനായി അവിടെ നിന്ന് പോകുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡാൻഡ്രിച്ച് അവന്റെ വാഹനത്തിൽ ഇവരെ പിന്തുടർന്നു വന്ന് ഓവർടേക്ക് ചെയ്തെടുത്ത് റോഡിൽ ക്രോസ് ചെയ്ത് നിർത്തി അയാൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ഇവര് കാറ് സ്പീഡിലെടുത്ത് ഡാൻഡ്രിച്ചിന്റെ ശരീരത്തിൽ കൊണ്ടുപോയി ഡാൻഡ്രിച്ചിനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ഡാൻഡ്രിച്ചിനെ കാണാനില്ല. ഇവര് കാറ് മുന്നോട്ടെടുത്ത് പോകുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും ഡാൻഡ്രിച്ചിനെ കാണാത്തതിനെ തുടർന്ന് ഇവരൊന്ന് ആശ്വസിക്കുകയായിരുന്നു. അവൻ പോയിട്ടുണ്ടാവുമോ, അവൻ എവിടെ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവരുടെ കാറിന്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്താണ് ആ ശബ്ദം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ കാറിന്റെ അടിയിൽ ഡാൻഡ്രിച്ച് ഉണ്ടായിരുന്നു. അവൻ അവന്റെ കൈ കൊണ്ട് ഇവരുടെ കാറിന്റെ അടിഭാഗം തുളച്ച് അവന്റെ കൈ കാറിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവന്റെ ആ ഡാൻഡ്രിച്ചിന്റെ ആ വികൃതമായ വാമ്പയർ കൈ കണ്ട് ഇവരാകെ ഞെട്ടി വിറച്ചു പോവുകയാണ്. കാറ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവര് കാറ് സ്റ്റോപ്പ് ചെയ്ത ഈ ഒരു സമയത്ത് പിന്നിലൂടെ വരുന്നുണ്ടായിരുന്ന ഒരു വാഹനം ഇവരുടെ കാറിന്റെ പിന്നിൽ വന്ന് ഇടിക്കുന്നു. ആ വാഹനത്തിന്റെ ഡ്രൈവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഇവരുമായി സംസാരിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഈ ഒരു സമയത്താണ് കാറിന്റെ അടിയിലുണ്ടായിരുന്ന ഡാൻഡ്രിച്ച് എഴുന്നേറ്റ് വരുന്നത്. ഡാൻഡ്രിച്ചിന്റെ മുഖം ഇപ്പോൾ ശരിക്കും ഒരു വാമ്പയർ പോലെ ആയിരിക്കുന്നു. അവനെ കണ്ട് പേടിച്ച അയാൾ തിരിച്ച് കാറിൽ തന്നെ ചെന്നിരിക്കുന്നു. എന്നാൽ ഡാൻഡ്രിച്ച് അവിടെ ചെന്ന് അയാളെ പിടിച്ച് പുറത്തേക്കെടുത്ത് അയാളുടെ രക്തം കുടിക്കുന്നു. അയാളുടെ ചങ്കിലെ ചോര കുടിച്ച് ദാഹം തീർത്തതിനു ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ചാർലി ഡാൻഡ്രിച്ചിന് നേരെ ഒരു കുരിശെടുത്ത് കാണിക്കുന്നു. അത് കണ്ടപ്പോൾ ഡാൻഡ്രിച്ച് ഒന്ന് പകച്ചു പോയെങ്കിലും ഡാൻഡ്രിച്ച് നേരെ വന്ന് ചാർലിയുടെ ആ കുരിശിൽ പിടിക്കുന്നു. ആ കുരിശ് കത്തിപ്പോകുന്നു. ശേഷം ഡാൻഡ്രിച്ച് ചാർലിയുടെ ഹൃദയത്തിലേക്ക് ഒരു കുറ്റിയെടുത്ത് കുത്തി അവനെ കൊല്ലാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. കഥകൾ പ്രകാരം വാമ്പയറുകളെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണത്. വാമ്പയറുകളുടെ ഹൃദയത്തിലേക്ക് മൂർച്ചേറിയ എന്തെങ്കിലും ആയുധത്ത് കുത്തിയാൽ അവർ ഇല്ലാതാവും. ആ ക്ഷണം തന്നെ അവർ നശിച്ചു പോവും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഡാൻഡ്രിച്ച് ചാർലിയെ ആ രീതിയിൽ വധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചാർലിയുടെ അമ്മ സൈൻ ബോർഡ് എടുത്ത് ഡാൻഡ്രിച്ചിന്റെ നെഞ്ചിലേക്ക് കുത്തുന്നു. കുത്തുകിട്ടിയ ഡാൻഡ്രിച്ച് വേദന കൊണ്ട് പുളയുന്നു. ഈ ഒരു സമയത്ത് ചാർലിയുടെ അമ്മ അവിടെ കുഴഞ്ഞു വീഴുന്നു. ചാർലിയും അവന്റെ ഗേൾഫ്രണ്ടും അവന്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കാർ എടുത്ത് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് കുത്തുകൊണ്ട ഡാൻഡ്രിച്ച് അവിടെ റോഡിൽ കിടക്കുന്നുണ്ട്. അവൻ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ചാർലി അവന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവിടെ പോലീസുകാർ വന്ന് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം പീറ്റർ വിൻസെന്റ് എന്ന മാജീഷ്യൻ അയാള് മദ്യപിക്കുന്നതിന് വേണ്ടി മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ചാർലി അവിടെ വെച്ചിരുന്ന പേപ്പറുകളിലേക്ക് അയാളുടെ ശ്രദ്ധ പോകുന്നു. അത് അയാൾ എടുത്തു നോക്കുന്നു. അത് യഥാർത്ഥത്തിൽ വാമ്പയറുകളുടെ ഒരു മാന്ത്രിക ചിഹ്നമാണ്. ഓരോ വർഗത്തിൽപ്പെടുന്ന വാമ്പയറുകൾക്കും അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമുണ്ടായിരിക്കും. വാമ്പയർ സിഗിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഈ സംഭവം, അതാണ് ഈ സാധനം. അത് അയാൾ കണ്ടപ്പോൾ അയാൾക്ക് ഒരു വലിയൊരു ദുരൂഹത അയാൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അയാളുടെ കയ്യിലുള്ള ഒരു വാമ്പയർ സിഗിൽ അയാൾ എടുത്തു നോക്കുന്നു. അപ്പോൾ സെയിം പാറ്റേൺ ആണ്, സെയിം സിഗിൽ തന്നെയാണ് എന്ന് അയാൾ തിരിച്ചറിയുന്നു. അയാൾ ചാർലിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് അയാളെ വന്ന് കാണാൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നു. ശേഷം ചാർലിയും അവന്റെ ഗേൾഫ്രണ്ടും അയാളെ കാണാനായി എത്തിയിരിക്കുന്നു. അയാൾ ചാർലിയോട് പറയുന്നു, നീ അന്ന് എനിക്ക് കാട്ടി തന്ന ആ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കുന്ന പേപ്പറിലുള്ള ആ ഒരു ചിഹ്നമില്ലേ, ആ ചിഹ്നം ഒരു വിഭാഗത്തിൽപ്പെടുന്ന വാമ്പയറുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു മാന്ത്രിക ചിഹ്നമാണ്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നാണ് ആ ഇനത്തിൽപ്പെടുന്ന വാമ്പയറുകളുടെ ഉത്ഭവം. അവർ ഭൂമിയിൽ വന്ന് താവളമുണ്ടാക്കി താമസിച്ചു വരുന്നു. അവർ അവരുടെ ഇരകളെ വളരെ പതുക്കെയാണ് കൊല്ലുന്നത്. ഇരകളെ ദിവസങ്ങളോളം അവർ അവരുടെ താവളത്തിൽ താമസിപ്പിക്കുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പീറ്റർ വിൻസെന്റിന് ഒരു ഫോൺ കോൾ വരും. അയാൾ ഓർഡർ ചെയ്ത എന്തൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഡെലിവറി ബോയ് വന്നിട്ടുണ്ട് എന്നാണ് റിസപ്ഷനിസ്റ്റ് അയാൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഡെലിവറി ബോയെ ഇയാളുടെ അടുത്തേക്ക് വിടാൻ വേണ്ടി റിസപ്ഷനിസ്റ്റിനോട് അയാൾ ആവശ്യപ്പെടുന്നു. ശേഷം ഡെലിവറി ബോയ് വന്നപ്പോൾ അത് എഡ്വാർഡായിരുന്നു. എഡ്വാർഡ് ഇപ്പോൾ ഒരു വാമ്പയറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എഡ്വാർഡ് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പീറ്റർ വിൻസെന്റിനെ ചേസ് ചെയ്യുന്നു. അങ്ങനെ പീറ്റർ വിൻസെന്റ് ഒരു റൂമിൽ കയറി പേടിച്ച് റൂമിൽ കയറി അടച്ചിരിക്കുന്നു. ശേഷം എഡ്വാർഡ് എമിയെയും ചാർലിയെയും ആക്രമിക്കുന്നതിന് വേണ്ടി വരുന്നു. ഈ ഒരു സമയത്ത് ആ സ്ഥലത്തേക്ക് ഡാൻഡ്രിച്ച് കടന്നു വരുന്നു. ഡാൻഡ്രിച്ചിനെ തടയാൻ റിസപ്ഷനിൽ ഇരിക്കുന്ന ആള് ശ്രമിക്കുന്നു. എന്നാൽ ഡാൻഡ്രിച്ച് അയാളുടെ രക്തം കുടിക്കുന്നു. എഡ്വാർഡ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് എമിയോട് എങ്ങനെയെങ്കിലും പോയി ഓടി രക്ഷപ്പെടാനായി ചാർലി ആവശ്യപ്പെടുന്നു.
അങ്ങനെ എമി അവിടെ നിന്ന് പോകുന്നു. ശേഷം എമി അവിടെ നിന്ന് കിട്ടിയ ഗണ്ണെടുത്ത് അതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഡാൻഡ്രിച്ച് അവിടേക്ക് കടന്നു വരുന്നു. ഡാൻഡ്രിജിനെ കണ്ടപ്പോൾ എമി ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ഡാൻഡ്രിജിനൊന്നും സംഭവിക്കുന്നില്ല. ശേഷം എമി അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ എന്തൊരു ഹോളി വാട്ടർ, എന്തൊരു വിശുദ്ധമായ ജലം, ആ ജലം എടുത്ത് ഡാൻഡ്രിജിന്റെ മുഖത്തേക്ക് വയ്ക്കുന്നു. അങ്ങനെ ഡാൻഡ്രിജിന്റെ മുഖമാകെ പൊള്ളിയതുപോലെ ആവുന്നു. എമി വീണ്ടും ചാർലിയുടെ അടുത്തെത്തുന്നു. എഡ്വാർഡ് ചാർലിയുടെ രക്തം കുടിക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. എമി അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് ചാർലി മൂർച്ചേറിയ ഒരു കുറ്റി ഉപയോഗിച്ച് എഡ്വാർഡിന്റെ ഹൃദയത്തിലേക്ക് കുത്തി അവനെ ഇല്ലാതാക്കുന്നു. അവൻ കത്തിക്കരിഞ്ഞു പോകുന്നു. ശേഷം ചാർലിയും എമിയും ആ സ്ഥലത്തു നിന്ന് എങ്ങനെയും പുറത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. അങ്ങനെ അവരെത്തിപ്പെട്ടത് ഒരു DJ പാർട്ടി നടക്കുന്ന നല്ല തിരക്ക് പിടിച്ചൊരു സ്ഥലത്തിന്റെ ഉള്ളിലേക്കാണ്. ഇവിടെ വെച്ച് അതിൻ്റെ ഉള്ളൊരു തിരക്ക് കാരണം ചാർലിയും എമിയും സെപ്പറേറ്റ് ആവുന്നു. ഈ ഒരു സമയത്ത് ഡാൻഡ്രിജ് അവന്റെ മുഖത്തെ വേദനയൊക്കെ മാറി വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുന്നു. അല്പസമയത്തിനുള്ളിൽ ഡാൻഡ്രിജ് അവിടേക്ക് കടന്നു വരുന്നു. ഡാൻഡ്രിജ് ഏമിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ശേഷം അയാൾ ഏമിയുടെ രക്തം കുടിക്കുന്നു. ശേഷം ഏമിയെ കാണാതായതിനെ തുടർന്ന് ചാർലി ഇപ്പോൾ പീറ്റർ വിൻസെന്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ചാർലി അയാളോട് പറയുന്നു, എന്റെ ഗേൾഫ്രണ്ടിനെ ഇപ്പോൾ ആ വാമ്പയർ കൊണ്ടുപോയിരിക്കുകയാണ്. എനിക്ക് ആ വാമ്പയറിനെ കൊല്ലണം. അതിന് താങ്കളുടെ സഹായം ആവശ്യമാണ്. ആ വാമ്പയറിനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാനാണ് എന്റെ പ്ലാൻ. അതിന് താങ്കൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ചാർലി അയാളോട് പറയുന്നു. അത് കേട്ടപ്പോൾ പീറ്റർ വിൻസെന്റ് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ചാർലിയോട് തുറന്നു പറയുന്നു. അയാളുടെ മാതാപിതാക്കളെ വധിച്ചത് ഒരു വാമ്പയറായിരുന്നു. ഒരു വാമ്പയറിന്റെ ആക്രമണത്തിൽപ്പെട്ടാണ് പീറ്റർ വിൻസെന്റിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത്. പീറ്റർ വിൻസെന്റ് അന്ന് രക്ഷപ്പെട്ടത് അയാൾ എവിടെയോ ഒളിഞ്ഞിരുന്നതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷമാണ് പീറ്റർ വിൻസെന്റ് വാമ്പയറുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും കളക്ട് ചെയ്യാനും തുടങ്ങിയത്. വാമ്പയറുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല, എങ്ങനെയെങ്കിലും അവരുടെ ആക്രമണത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നതാണ് ബുദ്ധി എന്ന് വിൻസെന്റ് പറയുന്നു. ചാർലി അത് അംഗീകരിക്കുന്നില്ല. അവൻ പറയുന്നു, അവൻ തീരുമാനിച്ചു കഴിഞ്ഞു, ആ വാമ്പയറിനെ ആക്രമിക്കാൻ തന്നെയാണ്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ എന്ന് ചാർലി പറയുന്നു. ശേഷം ചാർലി അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് പീറ്റർ വിൻസെന്റ് അവനെ തിരിച്ചു വിളിക്കുന്നു. എന്നിട്ടൊരു ആയുധം, വാമ്പയറുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം അവന് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊരു വിശുദ്ധനായ പുണ്യാളനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആയുധമാണ്. ഈ ആയുധം ഉപയോഗിച്ച് വാമ്പയറുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാമ്പയറിന്റെ കടിയേറ്റിട്ടുള്ള എല്ലാ ഇരകളും വീണ്ടും പൂർവ്വരൂപം പ്രാപിക്കുന്ന, വീണ്ടും അവരൊക്കെ മനുഷ്യന്മാരായി തന്നെ മാറും. നീ ഇത് കയ്യിൽ വെച്ചോ. ഒരുപക്ഷെ ആ വാമ്പയറിനെ കൊല്ലാൻ നിനക്ക് ഇതുകൊണ്ട് കൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ വീണ്ടും പൂർവ്വരൂപത്തിൽ നിനക്ക് തിരിച്ചു കിട്ടും. അതുകൂടാതെ വാമ്പയറിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ട്രിക്ക് കൂടി വിൻസെന്റ് അവന് പറഞ്ഞു കൊടുക്കുന്നു. വാമ്പയറുകളുടെ ശരീരത്തിലേക്ക് തീ കൊളുത്താൻ സാധിച്ചാൽ അവരെ വീക്കാക്കി തീർക്കാൻ സാധിക്കും, ദുർബലരാക്കി തീർക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് അവരെ ഈസിയായി വകവരുത്താം എന്ന് വിൻസെന്റ് അവന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ചാർലി കുറച്ച് ആയുധങ്ങളൊക്കെ മേടിക്കുന്നു. എന്നിട്ട് ഡാൻഡ്രിജിനെ ഹണ്ട് ചെയ്യാനും അതുപോലെ എമിയെ രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി ഡാൻഡ്രിജിന്റെ വീട്ടിലെത്തുന്നു. ഡാൻഡ്രിജിന്റെ വീട്ടിൽ വെച്ച് അവൻ പീറ്റർ വിൻസെന്റിനെ കണ്ടുമുട്ടുന്നു. നോക്കുമ്പോൾ പീറ്റർ വിൻസെന്റിന്റെ മൈൻഡ് മാറി. അയാളും വന്നിരിക്കുന്നത് ഡാൻഡ്രിജിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. രണ്ടുപേരും ഡാൻഡ്രിജിനെ അന്വേഷിച്ച് ആ വീടിന്റെ ഒരു താഴെയുള്ള നിലയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് പ്രവേശിക്കുന്നു. ശേഷം അവിടെ വെച്ച് ചാർലി എമിയെ കണ്ടുമുട്ടുന്നു. എമി ഇപ്പോൾ ഒരു വാമ്പയർ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എമി ചാർലിയെ ആക്രമിച്ച് അവന്റെ രക്തം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ചാർലി എമിയുടെ നെഞ്ചത്ത് കുത്തുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് ചാർലി അവളിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ഹാർട്ട് മിസ്സായതുകൊണ്ട് എമിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവന് സാധിക്കുന്നില്ല. പീറ്റർ വിൻസെന്റും ഡാൻഡ്രിജും തമ്മിൽ അവിടെ കണ്ടുമുട്ടുന്നു. ഈ സമയത്ത് ഡാൻഡ്രിജ് വിൻസെന്റിന്റെ മാതാപിതാക്കളെ കൊന്ന വാമ്പയർ അവൻ തന്നെയാണ് എന്ന സത്യം അറിയിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം പിടിച്ച വിൻസെന്റ് ഡാൻഡ്രിജിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഗൺഷോട്ടൊന്നും അവനെ ഏൽക്കുന്നില്ല. ശേഷം ഡാൻഡ്രിജ് ഒരു കല്ലെടുത്ത് പീറ്റർ വിൻസെന്റിന്റെ നെറ്റിയിലേക്ക് എറിയുന്നു. ഏറുകൊണ്ടപ്പോൾ പീറ്റർ വിൻസെന്റിന്റെ നെറ്റിയിൽ നിന്ന് രക്തം വരുന്നു. അങ്ങനെ ഡാൻഡ്രിജിന്റെ ഇരകളായി തീർന്ന മറ്റു വാമ്പയറുകളെല്ലാം അവിടേക്ക് വന്ന് പീറ്റർ വിൻസെന്റിനെ ആക്രമിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടേക്ക് വന്ന ചാർലി അവന്റെ കയ്യിലുള്ള ഗണ്ണുകൊണ്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ സൂര്യപ്രകാശം താഴേക്ക് പതിച്ചപ്പോൾ ആ സൂര്യപ്രകാശം കൊണ്ട വാമ്പയറുകളൊക്കെ കത്തിക്കരിഞ്ഞു പോകുന്നു. ശേഷം അവിടേക്ക് വന്ന ഡാൻഡ്രിജ് ചാർലിയോട് ഒരു കാര്യം പറയുന്നു. എമിയെ അവന് തന്നതിൽ ചാർലിയോട് ഡാൻഡ്രിജ് നന്ദി പറയുന്നു.
എമി ഇപ്പോൾ ഡാൻഡ്രിജിന്റെ വൈഫ് ഭാര്യ പോലെയാണ്. ഡാൻഡ്രിജിന് വീണ്ടും ഒരു യുവത്വം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഡാൻഡ്രിജ് പറയുന്നു. ശേഷം അവിടേക്ക് വന്ന എമിയുമായി ഡാൻഡ്രിജ് ചുംബിക്കുകയായിരുന്നു. അപ്പൊ അവര് പരസ്പരം ചുംബിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് പീറ്റർ വിൻസെന്റും ചാർലിയും ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ചാർലി ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തിനെ പീറ്റർ വിൻസെന്റ് തീ കത്തിക്കുന്നു. അങ്ങനെ ആ തീ കത്തിപ്പടർന്ന ആ വസ്ത്രവുമായി ചാർലി ഡാൻഡ്രിജിനെ പോയി ആക്രമിക്കുന്നു. ഡാൻഡ്രിജിനെ കെട്ടിപ്പിടിക്കുന്നു. ശരീരത്തിൽ തീ തട്ടിയപ്പോൾ ഡാൻഡ്രിജ് ആകെ ദുർബലനായി തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് പീറ്റർ വിൻസെന്റ് താഴെ കിടക്കുന്ന ഗണ്ണെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ സൂര്യപ്രകാശം പതിക്കാൻ തുടങ്ങുന്നു. അതുകൂടി ആയപ്പോൾ ഡാൻഡ്രിജ് പൂർണ്ണമായും ഇല്ലാതായി തുടങ്ങി. ഈ ഒരു സമയത്ത് പീറ്റർ വിൻസെന്റ് ആ വിശുദ്ധമായ ആയുധത്തെ ചാർലിക്ക് എറിഞ്ഞുകൊടുക്കുന്നു. അങ്ങനെ ചാർലി ദുർബലനായി തീർന്ന ഡാൻഡ്രിജിന്റെ ഹൃദയത്തിലേക്ക് ചാർലി ആ ആയുധം കൊണ്ട് കുത്തുന്നു. അതോടുകൂടി ഡാൻഡ്രിജ് അവസാനിക്കുന്നു. ഡാൻഡ്രിജ് കത്തിക്കരിഞ്ഞ് നശിച്ചു പോകുന്നു. വിശുദ്ധമായ ആയുധം കൊണ്ട് ഡാൻഡ്രിജിനെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അവന്റെ ഇരകളായിത്തീർന്ന മറ്റു വാമ്പയറുകളെല്ലാം പൂർവ്വസ്ഥയിലായിത്തീരുന്നു. അവരൊക്കെ മനുഷ്യരായിത്തീരുന്നു. അങ്ങനെ ചാർലിയുടെ ഗേൾഫ്രണ്ടായ ഏമിയും രക്ഷപ്പെടുന്നു. അതിനുശേഷം ചാർലിയും അവന്റെ ഗേൾഫ്രണ്ടും ഇപ്പോൾ പീറ്റർ വിൻസെന്റിന്റെ ക്ഷണപ്രകാരം അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നു. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഹേ ഗായ്സ്, ദിസ് ഈസ് ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.